ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം, അതെന്ത് ചെയ്യുക, നിർബന്ധമായും എന്ത് ചെയ്യുക, കാണുക, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും പറയുന്നത് തന്നെയാണ്, ഇതിൻ്റെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ പേരും ദ സി എ അനലിസ്റ്റും തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് കണ്ടന്റിനോട്ട് നമുക്ക് പോവാം. യെസ്, 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആര് എന്നാണ് ചോദ്യം. വൈശാലി രമേശ് ബാബു. ഓക്കെ, വൈശാലി രമേശ് ബാബു ആണ് ഫിഡെ. ഫിഡെ എന്ന് പറയുന്നത് ഈ പറയുന്ന അന്താരാഷ്ട്ര ചെസ്സിന്റെ സംഘടനയാണ് കേട്ടോ. അപ്പോൾ ചെസ്സിന്റെ സംഘടനയാണ് ഈ പറയുന്ന ഫിഡെ എന്ന് വിളിക്കുക. അപ്പോൾ ഫിഡെ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ചെസ്സിന്റെ സംഘടനയാണ്. ആ സംഘടന നടത്തുന്ന വനിതകളുടെ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് വൈശാലി രമേശ് ബാബു. വൈശാലി രമേശ് ബാബു എന്ന് പറയുന്നത് പ്രജ്ഞാനന്ദയുടെ പ്രജ്ഞാനന്ദ, ആ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് ഈ പറയുന്ന വൈശാലി എന്ന് പറയുന്നത്. അപ്പോൾ വൈശാലി രമേശ് ബാബു ആണ് 2026 ഫിഡെ വനിതാ കാൻഡിഡേറ്റ് ടൂർണമെന്റ് കിരീടം നേടിയത് വൈശാലി രമേശ് ബാബു. അടുത്ത പോയിന്റിലേക്ക് വരാം. 2028 നടക്കാനിരിക്കുന്ന എത്രാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്? COP 33. അപ്പോൾ 2028 33ാമത് COP 33ാമത് ഉച്ചകോടിക്ക് ആതിഥ്യം ഇന്ത്യ വഹിക്കാനിരുന്നതാണ്. ഇന്ത്യയാണ് പിന്മാറുകയാണ്. അങ്ങനെയെങ്കിൽ COP 31 വേദി എവിടെ എന്നറിയണം. COP 31 വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അതായത് 2026 COP 31 വേദി ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് തുർക്കിയാണ് കേട്ടോ. അപ്പൊ 2026 COP 31 വേദി ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് തുർക്കിയാണ്. ഇനി വിസ്ഡൻ മാസിക മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം 2025 നേടിയത് ആര് എന്നാണ് ചോദ്യം. അപ്പൊ വിസ്ഡൻ മാസികയുടെ മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള 2025 പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് പുരുഷ താരത്തില് മിച്ചൽ സ്റ്റാർക്കും വനിതാ താരത്തില് ദീപ്തി ശർമ്മ. നമുക്കറിയാം, ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ. 2025 വനിതകൾ ആദ്യമായിട്ട് ലോകകപ്പിൽ വിശ്വകിരീടത്തിൽ മുത്തമിട്ടപ്പോൾ അന്ന് ടൂർണമെന്റിലെ താരമായിരുന്നു ആര്? ദീപ്തി ശർമ്മ. അപ്പോൾ 2025 വനിതാ ഏകദിന ലോകകപ്പിൽ വേൾഡ് കപ്പിൽ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദീപ്തി ശർമ്മ. അന്ന് ഫൈനലിലെ താരം, ഇന്ത്യയാണല്ലോ കപ്പടിച്ചത്, ഫൈനലിലെ താരമായി ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ ഇന്ത്യ കപ്പടിക്കുന്നു. ഫൈനലിലെ താരമായി മാറുന്നത് ഷഫാലി വർമ്മയാണ്. അപ്പൊ ഷഫാലി വർമ്മയാണ് ഫൈനലിലെ താരമായി മാറുന്നത്. ഷഫാലി വർമ്മയും ടൂർണമെന്റിലെ താരമായി മാറുന്നത് ദീപ്തി ശർമ്മയുമാണ്. ഇനി മികച്ച പുരുഷ താരമായിട്ട് വിസ്ഡൻ മാസികയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയൻ താരമാണ്. ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബൗളറാണ് മിച്ചൽ സ്റ്റാർക്ക് എന്ന കാര്യം ഓർക്കുക. ഇതാണ് നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക്, ഇതാണ് നമ്മുടെ ദീപ്തി ശർമ്മ എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. 2026 ഏപ്രിൽ മാസം ഇറാഖിന്റെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് ആര് എന്നാണ് ചോദ്യം. നിസാർ അമിദിയാണ്. അപ്പൊ 2026 ഏപ്രിൽ മാസം ഇറാഖിന്റെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് നിസാർ അമിദിയാണ്. അപ്പൊ 2026 ഏപ്രിൽ മാസം ഇറാഖിന്റെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് നിസാർ അമിദി എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI വഴി പണമിടപാടുകൾ നടത്താൻ വേണ്ടി NPCI അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് UPI സർക്കിൾ. NPCIയുടെ ഫുൾ ഫോം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ
നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UPI വഴി പണമിടപാട് നടത്താൻ വേണ്ടി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു സംവിധാനം ആരംഭിക്കുന്നുണ്ട്. ആ സംവിധാനത്തിന് വിളിച്ച പേരാണ് UPI സർക്കിൾ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏത് എന്നാണ് ചോദ്യം. ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ. അപ്പോൾ 2026 ഏപ്രിൽ മാസം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹി, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യുന്നു. ആ എക്സ്പ്രസ് വേയുടെ പേരാണ് ഡൽഹി ടു ഡെറാഡൂൺ എക്സ്പ്രസ് വേ. ഡൽഹി ടു ഡെറാഡൂൺ എക്സ്പ്രസ് വേ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഒന്ന് സ്വാഭാവികമായിട്ട് ഡൽഹി ഉണ്ട്, പിന്നെ ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ്, പിന്നെ നടുക്കുള്ളത് ഏതാണ്? ഉത്തർപ്രദേശിനെ ഓർത്തു വെച്ചാൽ മതിയാകും. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്വാണ്ടം ടെക്നോളജി വികസിപ്പിക്കുന്നതിനുള്ള സമഗ്ര രൂപരേഖ അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഓർത്തു വെച്ചേക്കണേ, മറക്കരുത്, കർണാടകമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്വാണ്ടം ടെക്നോളജി വികസിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ രൂപരേഖ അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് കർണാടകമാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്വാണ്ടം ടെക്നോളജി വികസിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ രൂപരേഖ അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് കർണാടകമാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റ്, 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയത് ചൈനയാണ്. റഷ്യ പോലുമല്ല, ചൈനയാണ്. അപ്പൊ ചൈനയായിട്ട് നമുക്ക് അത്ര വലിയ സ്വരച്ചേർച്ചയൊന്നുമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് രാജ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും വേണം. അപ്പോൾ ചൈനയ്ക്കും നമ്മളുമായിട്ട് അത്ര വലിയ സെറ്റപ്പ് ഒന്നും അല്ല. ഈ പറയുന്ന അമേരിക്കയുമായിട്ട് നമ്മൾ അല്പം ഒന്ന് ഇടഞ്ഞപ്പോഴാണ് ചൈനയുമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൂട്ടുകൂടാൻ തീരുമാനിച്ചത്. ചൈനയെ പക്ഷെ പൂർണ്ണമായും നമ്പാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പാനും പറ്റൂല, അങ്ങനെ ഒരു കുഴപ്പം അവിടെ ഉണ്ട്. അപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെ മാറിയത് ചൈനയാണ്. ട്രംപിന് തീരെ സഹിക്കുന്നുണ്ടാവില്ല ഈ കാര്യം. ഇനി അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത US നഗരം ഏത് എന്നാണ് ചോദ്യം. അത് സിയാറ്റിൽ, അമേരിക്കയിലെ സിയാറ്റിൽ. അപ്പോൾ 2026 ഏപ്രിൽ മാസം സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ ഫുൾ തലമുടി മുതൽ കാൽപാദം വരെയുള്ളതാണ് പൂർണ്ണകായ പ്രതിമ എന്ന് വിളിക്കുന്നത്. പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത US നഗരം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് സിയാറ്റിലാണത്. സിയാറ്റിൽ എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. വാഷിംഗ്ടണിലെ സിയാറ്റിൽ എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ഗുജറാത്തിലാണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ബഹുരാഷ്ട്ര IT കമ്പനിയായ ഇൻഫോസിസിന്റെ ആഗോള ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ടെന്നീസ് താരമാണ്. ഇൻഫോസിസിന്റെ ബ്രാൻഡ് അംബാസഡർ ഒരു ടെന്നീസ് താരമാണ്. ആരാണ് ആ ടെന്നീസ് താരം എന്നാണ് ചോദ്യം. ആരാണ്? കാർലോസ് അൽക്കാരസ്. നമുക്കറിയാം, സ്പെയിൻ്റെ ടെന്നീസ് താരമാണ് കാർലോസ് അൽക്കാരസ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ബഹുരാഷ്ട്ര IT കമ്പനിയായ ഇൻഫോസിസിന്റെ ഗ്ലോബൽ അംബാസഡറായി ബ്രാൻഡ് അംബാസഡർ നിയമിക്കപ്പെട്ട ടെന്നീസ് താരമാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ്റെ താരം. ദെൻ 2026 മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. 2026 മിസ് ഇന്ത്യ ആരാണ്? സാത്വി സതീഷ് സെയിലാണ്. അപ്പൊ സാത്വി സതീഷ് സെയിലാണ് 2026 മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് സാത്വി സതീഷ് സെയിലാണ്. അവരുടെ സ്വദേശം ഓർത്തു വെച്ചേക്കുക, കർണാടകമാണ്.
അപ്പോൾ സാത്വി സതീഷ് സെയിലിന്റെ സ്വദേശം എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് കർണാടകമാണ്. അപ്പോൾ 2026 മിസ് ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് സാത്വി സതീഷ് സെയിലാണ്. അവരുടെ സ്വദേശം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? കർണാടകം. അതൊക്കെ ചോദിക്കാറുണ്ട്. 2026 മിസ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ട സാത്വി സതീഷ് സെയിലിന്റെ സ്വദേശം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെയാ? കർണാടകം. അപ്പോൾ ഇതാണ് നമ്മുടെ സാത്വി സതീഷ് സെയിൽ എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഹോർമൂസ് കടലിടുക്ക്. നമ്മൾ പലപ്പോഴായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കയ്യിലാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ വ്യാപാരങ്ങൾ നടക്കുന്നത് ഈ ഹോർമൂസ് കോറിഡോർ വഴിയാണ്. ഈ പറഞ്ഞ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ നാവികസേനയുടെ ആക്രമണത്തിന് ഇരയായ കപ്പൽ ഏത് എന്നാണ് ചോദ്യം. സന്മാർ ഹെറാൾഡ്. അപ്പൊ സന്മാർ ഹെറാൾഡ് എന്ന് പറയുന്ന കപ്പൽ എന്ത് ചെയ്യാണ്? ഇറാന്റെ ആക്രമണത്തിന് ഇരയാവുകയാണ്. അപ്പൊ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ നാവികസേനയുടെ ആക്രമണത്തിന് ഇരയായ കപ്പൽ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് സന്മാർ ഹെറാൾഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത പോയിന്റ്, രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി ഏത് എന്നാണ് ചോദ്യം. ഗ്രന്ഥ കുടീർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ രാഷ്ട്രപതി ഭവനിൽ നമ്മുടെ ദ്രൗപദി മുർമു, ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു പുതിയൊരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ഗ്രന്ഥ കുടീർ എന്ന് പറയുന്നത്. ഇതിനടുത്ത പോയിന്റ്, ഓട്ടിസം ബാധിച്ച കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമ പദ്ധതി. അപ്പൊ എന്താണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി എന്ന് ഓർക്കുക. അപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ കേരള സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് എന്നാണ് ചോദ്യം. പോഡ അഥവാ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നാണ് പേര്. അപ്പോൾ മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ കേരള സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പോഡ. ഓക്കെ, എന്താണ് പോഡ? പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. കാലിഫോർണിയ സർവകലാശാലയുടെ പഠനമനുസരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മീഥൈൻ പുറന്തള്ളുന്ന 25 മാലിന്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. 2 നഗരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് സെക്കന്ദരാബാദും പിന്നൊന്ന് മുംബൈയുമാണ്. അപ്പൊ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, അല്ലേ? കാലിഫോർണിയ സർവകലാശാലയുടെ പഠനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മീഥൈൻ പുറന്തള്ളുന്ന 25 മാലിന്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ നഗരങ്ങൾ 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഒന്ന് സെക്കന്ദരാബാദും അതുപോലെ തന്നെ മുംബൈയുമാണ്. ഒന്ന് സെക്കന്ദരാബാദും മറ്റൊന്ന് ഏതാണ്? മുംബൈയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം ഇന്ത്യയുടെ 99ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. അത് ഉത്തർപ്രദേശിലെ ഷേഖ ജീൽ പക്ഷി സങ്കേതം.
അപ്പോൾ ഉത്തർപ്രദേശിലെ ഷേഖ ജീൽ പക്ഷി സങ്കേതമാണ് 99ാമത്തെ ഇന്ത്യയുടെ റാംസാർ സൈറ്റ്. എന്നാൽ ഇപ്പൊ ജൂൺ മാസം പുതിയൊരു റാംസാർ സൈറ്റ് കൂടി ആഡ് ഓൺ ചെയ്യപ്പെടുന്നു. ഇപ്പൊ നിലവിൽ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഞാനിപ്പോ ഇന്ന് വീഡിയോ എടുക്കുന്നത് ജൂൺ മാസം 15ാം തീയതിയാണ്. ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ നിലവിൽ എത്രയാണ്? 100 ആണ്. നിലവിൽ എത്രയാണ്? 100. അപ്പൊ 2026 ഏപ്രിൽ മാസം ഇന്ത്യയുടെ 99ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ഷേഖ ജീൽ പക്ഷി സങ്കേതം വിച്ച് ഈസ് ഇൻ ഉത്തർപ്രദേശ്. നിലവിൽ എത്രയായി? 100 എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, ഇവിടെ തൃശ്ശൂരിൽ പടക്ക നിർമ്മാണശാല ഒരു സ്ഫോടനം നടന്നില്ലേ, കുറെ ആൾക്കാർ മരണപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരം ചെറിയൊരു ചടങ്ങായിട്ട് മാത്രം ഇത്തവണ സംഘടിപ്പിക്കേണ്ടായി അല്ലേ. അപ്പോൾ തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ കേരള സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആര് എന്നാണ് ചോദ്യം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപ്പോ തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി. അടുത്ത പോയിന്റ്, 2027 നടക്കുന്ന പ്രഥമ ബീംസ്റ്റെക്ക് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. ആതിഥ്യത്വമാണ് വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എന്താണ് ബീംസ്റ്റെക്കിന്റെ ഫുൾ ഫോം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് ഫുൾ ഫോം. അപ്പോൾ 2027 ആദ്യമായിട്ട് നടക്കുന്ന ബീംസ്റ്റെക്ക് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് പറഞ്ഞപ്പോൾ ബീംസ്റ്റെക്കിന്റെ ഫുൾ ഫോം നിങ്ങൾ അറിയണം. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് ബീംസ്റ്റെക്കിന്റെ ഫുൾ ഫോം. അടുത്ത പോയിന്റ്, ലോറസ് പുരസ്കാരമാണ്. 2026 ലോറസ് ലോക കായിക പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. പുരുഷ താരം ആരെന്നും വനിതാ താരം. ഈ ലോറസ് പുരസ്കാരം എന്ന് പറയുന്നത് കായിക മേഖലയിലെ ഓസ്കാർ എന്നാണ് അറിയപ്പെടുന്നത്. കായിക മേഖലയിലെ ഓസ്കാർ അല്ലേ. കായിക മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം കേട്ടോ. കായിക മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം. അപ്പൊ കായിക മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണെന്ത്? ലോറസ് പുരസ്കാരം. ആ ലോറസ് പുരസ്കാരം 2026 മികച്ച പുരുഷ താരമാര്, മികച്ച വനിതാ താരമാരെന്നറിയണം. മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആരാണ്? അത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ്റെ താരമാണ് കാർലോസ് അൽക്കാരസ്. അങ്ങനെയെങ്കിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ആരിയാന സെബലങ്ക. ബെലാറസിന്റെ താരമാണ് ആര്? ആരിയാന സെബലങ്ക എന്ന കാര്യം ഓർക്കുക. അപ്പോ 2026 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടുന്നത് സ്പെയിൻ്റെ താരമായ കാർലോസ് അൽക്കാരസും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരിയാന സെബലങ്ക, ബെലാറസിന്റെ ആരിയാന സെബലങ്ക. രണ്ടുപേരും എന്താണ്? രണ്ടുപേരും ടെന്നീസ് താരങ്ങളാണ്. രണ്ടുപേരും ടെന്നീസ് താരങ്ങളാണ്. ഈ രണ്ടുപേരും എന്താണ്? ടെന്നീസ് താരങ്ങളാണ്. കാർലോസ് അൽക്കാരസും ആരിയാന സെബലങ്കയും ടെന്നീസ് താരങ്ങളാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2026 ലോറസിന്റെ സ്പോർട്സ് ടീം ഓഫ് ദി ഇയർ, ലോറസ് സ്പോർട്സിന്റെ ടീം ഓഫ് ദി ഇയർ, മികച്ച ടീം 2026 മികച്ച ടീമിനുള്ള പുരസ്കാരം നേടുന്നത് PSG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാരീസ് സെന്റ് ജർമ്മൻ ആണ്. അപ്പൊ PSG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാരീസ് സെന്റ് ജർമ്മൻ എന്ന് പറയുന്ന ജർമ്മൻ ക്ലബ്ബാണ് 2026 ലോറസ് സ്പോർട്സിന്റെ ഏറ്റവും മികച്ച ടീമിനുള്ള ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്നത്. അടുത്ത പോയിന്റ്, 2026 ലോറസ് സ്പോർട്സിന്റെ യങ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ, ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള യങ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാമിൻ യമാൽ ആണ്. ഈ ലാമിൻ യമാൽ എന്ന് പറയുന്നത് സ്പെയിൻ്റെ താരമാണ്. അപ്പോൾ 2026 ലോറസ് സ്പോർട്സിന്റെ യങ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ലാമിൻ യമാൽ എന്ന് പറയുന്ന സ്പെയിൻ്റെ താരമാണ്. അടുത്ത പോയിന്റ്, 2026
പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനാവുന്നത് ആർ രാജശ്രീയാണ് കേട്ടോ. അപ്പോൾ 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ആർ രാജശ്രീയാണ്. ദെൻ 2026 തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്? 2026 തകഴി സ്മാരക പുരസ്കാരം എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് PS ശ്രീധരൻപിള്ളയാണ്. മുൻ ഗവർണറായിട്ടുള്ള ഗോവയുടെയും അതുപോലെ തന്നെ എന്താ പറയുക മിസോറാമിൻ്റെയും ഗവർണറായിട്ടുള്ള PS ശ്രീധരൻപിള്ളയാണ് 2026 തകഴി സ്മാരക പുരസ്കാരം നേടിയത്. എന്നാൽ ഈ പറയുന്ന തകഴി സാഹിത്യ പുരസ്കാരം എന്നൊരു പുരസ്കാരമുണ്ട്. തകഴി സാഹിത്യ പുരസ്കാരം, തകഴി സാഹിത്യ പുരസ്കാരം 2026 നേടിയത് സേതുവും 2025 നേടിയത് അത് KP സുധീരയുമാണ്. അപ്പൊ തകഴി സാഹിത്യ പുരസ്കാരം 2026 നേടിയത് ആരാ? അത് സേതുവും 2025 നേടിയത് KP സുധീരയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് കണക്കി ഓർത്ത് വെച്ചേക്കുക. പല ആൾക്കാർക്കും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പൊ തകഴി സ്മാരക പുരസ്കാരം PS ശ്രീധരൻപിള്ളയും തകഴി സാഹിത്യ പുരസ്കാരം 2026 സേതുവും 2025 KP സുധീരയുമാണ്. അടുത്ത പോയിന്റ്, 2026 ഏപ്രിൽ മാസം അന്താരാഷ്ട്ര സോളാർ അലയൻസിൽ അംഗത്വം നേടിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. അത് ദക്ഷിണ കൊറിയയാണ്, സൗത്ത് കൊറിയയാണ്. അപ്പോൾ 2026 ഏപ്രിൽ മാസം ഇന്റർനാഷണൽ സോളാർ അലയൻസ്, അന്താരാഷ്ട്ര സോളാർ അലയൻസിൽ അംഗത്വം നേടിയ രാജ്യമായി മാറുന്നത് സൗത്ത് കൊറിയ എന്ന ദക്ഷിണ കൊറിയയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഫിൻലാൻഡിലാണ്. അപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്ഥിരമായിട്ടുള്ള ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഫിൻലാൻഡാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്ഥിരമായിട്ടുള്ള ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം ഏതാണ്? അത് ഫിൻലാൻഡാണ്. ദെൻ അടുത്ത ഫിഫ വേൾഡ് കപ്പിന്റെ വേദി ഏതാണ്? 3 സ്ഥലങ്ങളിലായിട്ടാണ്, അമേരിക്ക, മെക്സിക്കോ, കാനഡ. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അമേരിക്ക, മെക്സിക്കോ ആൻഡ് കാനഡ. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. അത് അശോക് കുമാർ ലാഹിരിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നീതി ആയോഗിനെ പറ്റി പറയുമ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നിലവിൽ അത് നരേന്ദ്രമോദിയാണ്. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നിലവിൽ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ നിലവിലെ CEO ആര്? നീതി ആയോഗിന്റെ നിലവിലെ CEO ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BVR സുബ്രഹ്മണ്യം ആയിരുന്നു. BVR സുബ്രഹ്മണ്യം പദവിയിൽ നിന്ന് മാറുന്നുണ്ട്, പുതിയ ആള് വരുന്നു. അത് നിധി ചിബ്ബർ ആണ്. നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ CEO. അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും, നിലവിൽ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ കെ ബെരി ആയിരുന്നു. സുമൻ കെ ബെരി മാറുന്നു ഏപ്രിൽ മാസം, പുതിയ ആള് വരുന്നു. അതാണ് അശോക് കുമാർ ലാഹിരി. നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം ആയിരുന്നു, അദ്ദേഹം മാറി, പുതിയ ആള് വരുന്നു, നിധി ചിബ്ബർ. അടുത്ത പോയിന്റിലേക്ക് വരാം. 2027 ലോക പുസ്തക തലസ്ഥാനമായി, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ, ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ ആണ് അത് കൊണ്ടുവരുന്നത്. യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നഗരത്തെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് കൊളംബിയൻ നഗരമായ മെഡലിൻ ആണ്. അപ്പോൾ കൊളംബിയയിൽ നിന്നുള്ള നഗരമായ മെഡലിൻ നഗരമാണ് 2027 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൊളംബിയയിലെ മെഡലിൻ നഗരം. ഇനി 2026 ഏതാന്ന് വെച്ചാൽ ഏതാണ്? അത് മൊറോക്കോയിലെ റബാത്ത്. അപ്പൊ 2026 ആണെങ്കിൽ റബാത്തും 2027 ആണെങ്കിൽ അത് മെഡലിൻ നഗരവുമാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ
ഇലക്ട്രിക് എയർ ടാക്സി നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇലക്ട്രിക് എയർ ടാക്സി അതിൻ്റെ പേര് ശൂന്യയാണ്. അപ്പോൾ ഇതാണ് ശൂന്യ. എന്താ സംഭവം? ഇലക്ട്രിക് എയർ ടാക്സി. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ടാക്സിയാണ് ശൂന്യ എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. എന്താണ് പ്രജ്ന? എന്താണ് പ്രജ്ന സംവിധാനം എന്നറിയണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സുരക്ഷാ ഏജൻസികൾക്കായി DRDO വികസിപ്പിച്ചെടുത്ത AI ബേസ്ഡ് അഥവാ AI അധിഷ്ഠിത സാറ്റലൈറ്റ് ഇമേജിംഗ് സംവിധാനമാണ് പ്രജ്ന. അപ്പോൾ എന്താണ് ബേസിക്കലി പ്രജ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാ? ഈ പറയുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സുരക്ഷാ ഏജൻസികൾക്ക് വേണ്ടി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന DRDO വികസിപ്പിച്ചെടുത്ത AI അധിഷ്ഠിത സാറ്റലൈറ്റ് ഇമേജിംഗ് സംവിധാനമാണ് പ്രജ്ന. ഈ AI പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു AI വകുപ്പ് രൂപീകരിക്കുന്നു. അങ്ങനെ ആ AI വകുപ്പിന്റെ മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന ആരാണ്? അത് PK കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലേ? PK കുഞ്ഞാലിക്കുട്ടിയാണ് കേരളത്തിലെ AI വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. നമ്മൾ AI വകുപ്പ് രൂപീകരിച്ചപ്പോൾ അത് കണ്ട് നമ്മുടെ തമിഴ്നാട് സർക്കാരും ദളപതി വിജയുടെ സർക്കാരും എന്ത് ചെയ്തു? ഈ പറയുന്ന അവരും AI വകുപ്പ് രൂപീകരിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റിലേക്ക് വരാം. 2027 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. അത് താഷ്കന്റ് ആണ്. അപ്പൊ 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഹോസ്റ്റ് ചെയ്യുന്നത് ആര്? ആതിഥേയത്വം വഹിക്കുന്ന താഷ്കന്റ് ആണ്. ഏറ്റവും ഒടുവിലായിട്ട് നടന്നത് 2025 അതിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആയിരുന്നു. അതിന്റെ വേദി ന്യൂഡൽഹി. അപ്പൊ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ന്യൂഡൽഹിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അതിന്റെ ഭാഗ്യചിഹ്നം 2025 ഭാഗ്യചിഹ്നമായിരുന്നു വിരാജ് എന്ന ഒറ്റക്കാലുള്ള, ഒരു കാല് യന്ത്രക്കാല് വെച്ച് പിടിപ്പിച്ച ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റക്കാല് വെച്ച് പിടിപ്പിച്ച യന്ത്രക്കാല് വെച്ച് പിടിച്ച ഒരു കുട്ടിയാനയായിരുന്നു വിരാജ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. കുട്ടികളിലെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് പത്രവായന നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. വളരെ മികച്ച തീരുമാനമാണ് അല്ലേ? കുട്ടികൾ പത്രം വായിക്കട്ടെ എന്നതിന് ചൊല്ലിയിട്ട് നമ്മളും പണ്ട് സ്കൂളിൽ അസംബ്ലി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ ക്ലാസ് റൂമിലോട്ട് പോകും. പകരം ഇവരെന്ത് ചെയ്യാണ്? 10 മിനിറ്റ് നീക്ക് എന്ത് ചെയ്താൽ മതി? പത്രം വായിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടകം എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അടുത്ത പോയിന്റ്, 2026 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. 2026 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനാവുന്നത് കൈലാഷ് സത്യാർത്ഥിയാണ് കേട്ടോ. അപ്പൊ 2026 ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനാവുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കൈലാഷ് സത്യാർത്ഥിയും. 2026 ഏപ്രിൽ മാസം ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ന്യൂസിലാൻഡുമാണ്. അപ്പൊ 2026 ഏപ്രിൽ മാസം ഇന്ത്യയുമായിട്ട് ഒരു രാജ്യം സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നു. ഏതാണ് ആ രാജ്യം? അത് ന്യൂസിലാൻഡ് ആണെന്ന് കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബരാസിംഗ വന്യജീവി സങ്കേതം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എവിടെയാടാ? അത് ഉത്തർപ്രദേശിലാണ്. അപ്പൊ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബരാസിംഗ വന്യജീവി സങ്കേതം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഇനി എന്താണ് ഋതികശ്രീയുടെ പോയിന്റ്? അതായത് ഋതികശ്രീ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആണ് എന്ന നേട്ടം കരസ്ഥമാക്കുന്നത് ഋതികശ്രീ ആണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ എന്ന നേട്ടം കരസ്ഥമാക്കുന്നത് ഋതികശ്രീ. അത് പറഞ്ഞപ്പോൾ നമ്മൾ KN അനന്തപത്മനാഭനെ പറ്റി അറിയണം. ആരാണ് KN അനന്തപത്മനാഭൻ? എന്ന് നമ്മൾ അറിയണം. ആരാണ് KN അനന്തപത്മനാഭൻ എന്ന് നമ്മൾ അറിയണം. അതായത് അന്താരാഷ്ട്ര തലത്തിൽ അമ്പയറിങ്ങിന് വിധേയമാകുക അല്ലെങ്കിൽ അമ്പയറിങ്ങിലേക്ക് തിരിഞ്ഞ ആദ്യ മലയാളി, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര മത്സരം നിയന്ത്രിക്കുന്ന, ഒരു അന്താരാഷ്ട്ര 2020 മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ മലയാളി അമ്പയറാണ് KN അനന്തപത്മനാഭൻ എന്ന് പറയുന്നത്. ഇത്തവണത്തെ
IPL ഫൈനൽ നിയന്ത്രിച്ചതും ആര് തന്നെയാണ്? ഇതേ അനന്തപത്മനാഭൻ തന്നെയാണ്. ദെൻ ലാസ്റ്റ് സ്ലൈഡ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ് ഈ സെഗ്മെന്റിലെ. ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പാക് കടലിടുക്ക്, പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന പാക് കടലിടുക്ക് ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള കടലിടുക്കാണ്. ആ കടലിടുക്ക് നീന്തിക്കടന്ന് ലോക റെക്കോർഡ് കുറിച്ച 7 വയസ്സുകാരൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ഇഷാങ്ക് സിംഗ് ആണ്. അപ്പോൾ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള കടലിടുക്ക് അറിയപ്പെടുന്നത് പാക് സ്ട്രെയിറ്റ് എന്ന പേരിലാണ്. അത് നീന്തിക്കടന്ന് ലോക റെക്കോർഡ് കുറിച്ച് 7 വയസ്സാണ് ഇഷാങ്ക് സിംഗ്. ഏകദേശം 9 മണിക്കൂറും കുറച്ച് സമയം കൂടെ 9 മണിക്കൂർ പ്ലസ് സമയം എടുത്തുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ലോക റെക്കോർഡ് കുറിക്കുന്നത്. ആരാണ്? ഇഷാങ്ക് സിംഗ്. ഇഷാങ്ക് സിംഗ് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ ചോദ്യത്തോടു കൂടി നമ്മുടെ ഏപ്രിൽ മാസത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ്. ഒരു വട്ടം കൂടി പറയട്ടെ, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും മറ്റ് PDF മെറ്റീരിയലൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ പേരും ദ CA അനലിസ്റ്റ് തന്നെയാണ്. മറ്റൊരു സെഷനുമായിട്ട് കണ്ടുമുട്ടും വരയ്ക്കും താങ്ക് യു വെരി മച്ച്.